Is it the truth? Is it fair to all concerned? Will it build goodwill and better friendship? Will it be beneficial to all concerned? Thank you. Rotary Institute of Srivambaliyude പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ചെറിയ ഹാരിസ്, നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി. പക്ഷേ റോട്ടറി ഇന്റർനാഷണൽ റോട്ടറി ഡിസ്ട്രിക്റ്റും ഏറെ എന്താ പറയുക ആകാംക്ഷയോടെയും ഒത്തിരി പ്രതീക്ഷയോടെയും മുന്നിട്ട് കാണുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ബിജോഷ് മാനുവൽ, our assistant governor സുകുമാരൻ സാർ, മുഖ്യാതിഥികളെ, പ്രിയപ്പെട്ടവരെ, റോട്ടറി വിസിറ്റിംഗ് വിഡോസ് തിരുവമ്പാടിയുടെ പ്രഥമ ഓണാഘോഷമാണ്. ഒരുപക്ഷെ ഒരു വർഷം മുമ്പ് ഈ സമയത്ത് ഓണാഘോഷത്തിന്റെ ഒരു ദിനം തന്നെയാണ് റോട്ടറി വിസിറ്റിംഗ് വിഡോസ് തിരുവമ്പാടി ഫോം ചെയ്തത്. നമ്മുടെ എന്താ പറയുക അടിത്തറ അല്ലെ, സതീഷിലേക്ക് ഓർമ്മയുണ്ടാവും, ജിബി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് ടേബിൾ ടോപ്പ് റിസോർട്ടിലായിരുന്നു നമ്മൾ ഫസ്റ്റ് ഗ്യാതറിംഗ്. പക്ഷേ ഒഫീഷ്യലി ഫോം ചെയ്ത ശേഷമുള്ള ആദ്യത്തെ സാർ വെൽക്കം, മുന്നോട്ട് കയറാം. ആദ്യത്തെ നമ്മുടെ ഓണാഘോഷമാണ്. ഒരു വർഷം കൊണ്ട് തിരുവമ്പാടിയുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ചെറിയ വിധത്തിലെങ്കിലും ഒരു എന്താ പറയുക ശ്രദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പായി മാറാൻ നമുക്ക് കഴിഞ്ഞെന്ന് കണ്ടുപിടിക്കാം. വളരെ എനർജറ്റിക്കായ ഒരു പക്ഷേ ആവറേജ് ഏജ് ഡിജിയുടെയും ഞങ്ങളുടെ ആവറേജ് ഏജ് 42-43 ആണ്. അത് യങ്സ്റ്റേഴ്സിന്റെ ഗ്രൂപ്പാണ്. ഞങ്ങളൊക്കെ കുറച്ച് ഏജിലുള്ള ഇതിലൊക്കെയുള്ള എന്താ പറയുക യങ് പ്രൊഫഷണൽസിന്റെ എനർജറ്റിക്കായ കൂട്ടായ്മയുണ്ട്. ശരിക്കും ഒത്തിരി സന്തോഷം അഭിമാനമുണ്ട് വിളിക്കുമ്പോൾ. ആദ്യം എന്താ പറയുക വീണ്ടും പറയാം ശരിക്കും വെൽക്കം ചെയ്യേണ്ട ഇന്നത്തെ പ്രോഗ്രാം ജിബി പിള്ളട്ടായിരുന്നു. പ്രത്യേക സാഹചര്യം ഞാൻ നേരിട്ടതാണ്. എന്താ ഒരു പ്രിപ്പറേഷന്റെ കുറവ് എനിക്കുണ്ടെന്നുള്ള നിഷേധിക്കുന്നുമില്ല. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് പ്രസന്റ് ചെയ്യുന്നത് റോട്ടറി തിരുവമ്പാടിയുടെ പ്രസിഡന്റ്. പക്ഷേ ഞാൻ പറയാം അനുഭവങ്ങളുടെ എന്താ പറയുക തിരിച്ചുകൂടയിൽ ആവാഹിച്ചെടുത്ത ഒട്ടേറെ ഒത്തുമണികൾ സ്വന്തമായിട്ടുള്ളത് പറയുമ്പോൾ അതിനെക്കുറിച്ച് അതുപോലെ നമുക്കറിയാം. ഹാരിസിയുണ്ടെങ്കിൽ പക്ഷേ ഈ മീറ്റിംഗ് പോയി സെറ്റ് ചെയ്യുമ്പോൾ ലീഡർഷിപ്പ് ടീമിന്റെ പീഡി ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താ പറയുക അറ്റ് ദി എൻഡിലെ ചിന്ത എന്താണെങ്കിലും ഹാരിസിയുണ്ടല്ലോ, കുറവുണ്ടെങ്കിൽ എത്തിക്കും. അതിൻ്റെതായ ഒരു ലൈസൻസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വളരെ വിഷനോടുകൂടി നമ്മളെ നയിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് പ്രൊട്ടേറിയൻ ബിഷപ്പ് പി ടി ഹാരിസിനെ ഞാൻ സന്തോഷത്തോടെ മീറ്റിംഗ് സ്വാഗതിച്ചത്. ഇത് ഞാൻ സ്വാഗതിച്ചായിട്ട് നമ്മുടെ മുഖ്യാതിഥിയാണ് ബിജോഷ്ജിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരുപക്ഷെ എനിക്ക് ഓർമ്മയുള്ളത് പെട്ടെന്ന് പറഞ്ഞു തോന്നുന്നത്. അതായത് ഞാൻ എന്റെ പ്രസിഡന്റ് 2011 ഒരു ക്ലബിന്റെ ടൂർ ഉണ്ടായിരുന്നു, ഒരു ഫ്രഷർ ടൂർ വയനാട്ടിലേക്ക്, അവിടെ കൽപ്പറ്റ. അപ്പൊ അന്ന് അദ്ദേഹം AG ഇലക്ടാണ്, അസിസ്റ്റന്റ് ഗവർണർ ഇലക്ടാണ്. അപ്പോൾ എങ്ങനെ വിളിച്ചു, അദ്ദേഹം മന്ദാമണി വന്ന് ടീമുമായിട്ട് വന്നു. അന്നാണ് ശരിക്കും ബിജോഷ് ജി എന്ന വലിയ വ്യക്തിത്വം ഞാൻ അടുത്തറിയുന്നത്. അതിനുശേഷം ഈ വർഷങ്ങളിലൂടെ ഒത്തിരി കാര്യങ്ങളിൽ വളരെ നല്ല സൗഹൃദവും ഒരു നല്ലൊരു ബേസിക്കലി ഞാൻ കണ്ടത് ബിജോഷ് ജിയുടെ ഒരു മോട്ടിവേഷൻ. നമ്മളെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളൊക്കെ എന്താ പറയുക കൂട്ടുനിർത്തുവാനും റോട്ടറിക്ക് വേണ്ടി എന്താ പറയുക എത്രത്തോളം എന്താ പറയുക അധ്വാനിക്കാനുള്ള മനസ്സിലെ വ്യക്തി. നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ പുതിയ ഡിസ്ട്രിക്റ്റിന്റെ തന്നെ ഒരുപക്ഷെ 4ാമത്തെ അല്ല 5ാമത്തെ ഗവർണർ പോകുന്ന ആളാണ്. ഒട്ടേറെ നല്ല ഓൾറെഡി എന്താ പറയുക ബിജോഷ് ജി പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി, നമ്മുടെ ഡിസ്ട്രിക്റ്റിന് വേണ്ടി. ഓരോ ഇൻഡിവിജ്വൽ ക്ലബിലെ എനിക്കറിയാം ഓരോ ക്ലബിലെ എന്താ പറയുക ലീഡർഷിപ്പുമായും വ്യക്തിബന്ധം കീപ്പ് ചെയ്യുന്ന ബിജോഷ്. അതോടൊപ്പം ഒട്ടേറെ തിരക്കിനിടയിലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്താമെന്ന് സമ്മതിച്ചു. ഒരുപക്ഷെ ഞാനിപ്പം സംസാരിക്കാറുണ്ട് ഇതിലുള്ള 4-5 പ്രാവശ്യം ബാക്കിയുള്ള റോട്ടറി എല്ലാവരും മറ്റുള്ള പ്രസംഗം റോട്ടറി ഇവർക്കെല്ലാം പുതുതാണ് ബാക്കി എല്ലാവർക്കും. അപ്പൊ നമ്മുടെ ഒരുപക്ഷെ കുടുംബത്തിൽ നമ്മുടെ ഒഫീഷ്യൽ 2ാമത്തെ കുടുംബ കൂട്ടായ്മയുമാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് റോട്ടറിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി തിരക്കടിയിലും വന്ന് നമ്മുടെ ഒപ്പമുണ്ടായിരിക്കുന്ന നമ്മുടെ ഓണത്തിന് നമ്മളോടൊപ്പം ഒരു മാവേലിയെ പോലെ കടന്നു വന്ന നമ്മുടെ പ്രിയ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറി മേജർ ഓണർ ബിജോഷ് മാനുവലിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പിന്നെ ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ അസിസ്റ്റന്റ് ഗവർണർ സുഭാൻ സാറിനെ പക്ഷേ പലപ്പോഴും ഒരു കുഴപ്പമില്ല, അത്ര ക്ലോസ് ആയതുകൊണ്ട് പലപ്പോഴും ഒന്ന് വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴും വിട്ടു. കാരണം ഞാൻ എന്റെ ഭാഗമായി തന്നെ കാണുന്ന വ്യക്തിയാണ് സുഭാൻ സാറിന് അത്രത്തോളം ചേർന്ന വ്യക്തിയാണ്.
സുഭാൻ സാറ് എൻ്റെ ഒരു അനുഭവം ഞാൻ പലപ്പോഴും പറഞ്ഞാണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്യാം. ഞാനന്ന് ലക്ഷദ്വീപ് പോകുന്ന ഒരു ഡ്രീം എനിക്ക് സാധിച്ചതെന്ന് ഞാൻ ഏജ് ആയിട്ട് സുഭാൻ സാർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വ്യക്തിബന്ധമുണ്ട് സുഭാൻ സാറിനോട്. അപ്പോൾ സുഭാൻ സാറിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ അസിസ്റ്റന്റ് മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നിശ്ചയിച്ച് ഞാൻ ആക്കാറുണ്ട്, റോട്ടറി എന്നുള്ളൊരു കുടുംബമാണ്, കുടുംബ ബന്ധങ്ങളാണ് റോട്ടറിയുടെ അടിസ്ഥാനം എന്ന് എപ്പോഴും കാണിച്ചിരുന്നതാണ്. എവിടെ പോയാലും ചേച്ചി ഉണ്ടാവും. എന്തോ നമ്മൾ പ്രത്യേകം ചേച്ചി വളരെ നേരത്തെ വന്നു. ഒത്തിരി സന്തോഷം. ചേച്ചിയെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ആദരിക്കുന്ന ഒരുപക്ഷെ നമ്മളൊക്കെ നാടിന്റെ, നമ്മുടെ തിരുവമ്പാടിയെ, നമ്മുടെ പുന്നക്കല, നമ്മുടെ ഈ നാടിന്റെ മലയോര മേഖലയെ സിഗ്നേച്ചറായി മാറുന്ന അതിലെ രണ്ടുപേരും അതിഥികളായിട്ടുള്ള നമ്മുടെ അലോഷ് ഒത്തിരി ഒത്തിരി പറയാനുണ്ട്. വരും വഴിയെ നമ്മൾ ആദരിക്കുന്ന വ്യക്തിത്വത്തെ നമ്മുടെ പ്രസിഡന്റ് പറയും. ഒത്തിരി സ്നേഹത്തോടെ പിന്നെ നമ്മുടെ എന്താ പറയുക, കേരളത്തിന്റെ തന്നെ ശ്രദ്ധേയമായ വ്യക്തിത്വം. അദ്ദേഹം എത്താൻ അല്പം വൈകും. ഒഫീഷ്യൽ സെക്രട്ടറിയിലാണ് ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ ജീവൻ ജോൺ. അദ്ദേഹം ഉടനെ എത്തുന്ന അറിയുന്നു. ഇപ്പോൾ ചേർത്ത് അദ്ദേഹത്തെയും നമ്മൾ ഇന്നത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നത് പച്ചുവും ഗോപാലനുമായ നിങ്ങളാണ്. വളരെ വ്യക്തിയാണ്. എന്താ പറയേണ്ടത്, ഞങ്ങൾക്ക് എന്താ പറയുക, പറഞ്ഞ ഡെയിലി ഒരു 10 വർഷം കൊണ്ടുപിടിക്കും ഓരോ കാര്യങ്ങൾ ഉറപ്പായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ പറയുക, എപ്പോഴും ഇന്നലെ തന്നെ എനിക്കറിയാം ഒത്തിരിയേറെ പരിമിതിക്കുള്ളിൽ നിന്നും ഒട്ടേറെ എനിക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ബെസ്റ്റ്. അതിന് കാരണം ബെസ്റ്റിനൊപ്പം ബെസ്റ്റ് കുടുംബം ഉണ്ടെന്നുള്ളതാണ്. മക്കളായാലും ചേച്ചാലും എല്ലാവരും ഫുൾ സപ്പോർട്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സെക്രട്ടറി നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. ഞാനിവിടെ സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ട്രഷറർ ഉണ്ട്, നമ്മുടെ ഷാജി വർഗീസ് ഉണ്ട്, സത്യത്തിൽ ത്യാഗം എല്ലാവരെയും വിട്ടുപോയോ എനിക്ക് അറിയില്ല. വിട്ടുപോയി എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ അതുപോലെ ചിന്തു സാർ. പക്ഷേ ചിന്തു സാറ് റോട്ടറി യൂണിവേഴ്സിന്റെ മെമ്പറൊന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർന്ന വ്യക്തിയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് സാറിനെ നമ്മൾ അങ്ങനെ കാണുന്നത്. വേറെ സ്നേഹത്തോടെ സാറിനെയും കുടുംബത്തെയും ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് സ്വാഗതം ചെയ്തു. എല്ലാവരെയും എല്ലാ റോട്ടറി ആൻസേഴ്സിനെയും എല്ലാ മെമ്പേഴ്സിനെയും മീറ്റിംഗ് സ്വാഗതം ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബിജോഷ് മാനൂർ, അസിസ്റ്റന്റ് ഗവർണർ സുമാര സർ, അലോഷ്, സെക്രട്ടറി ബെസ്റ്റ്, ഏറ്റവും സ്നേഹം നിറഞ്ഞ റോട്ടറിയുടെ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ളവർ, ഇന്ന് നമ്മുടെ ശ്രാവണം 2024 നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പേര് ശ്രാവണം. അത് ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒത്തുചേരുക എന്നുള്ള ഇതാണ്. ഓണത്തിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാൽ മാത്രമാണ് ഇങ്ങനെയൊരു ദിവസം കണ്ടെടുത്തത്. ഒരുപാട് ദൂരെയുള്ള ആ മെമ്പേഴ്സ് വരെ നമ്മുടെ കൂട്ടത്തിൽ ബോംബെയിൽ നിന്ന് എൻഡോസ് എത്തി. പിന്നെ ആ പാടെ എത്താത്തത് ജീൻസ് മാത്രമേ വരാത്തുള്ളൂ. ബാക്കിയുള്ള മനോജ് അഗസ്റ്റിൻ മനോജിൻ്റെ മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ഈ മാവേലി വന്നിട്ടുള്ള ആ നല്ല ദിനം എന്നും ഓർത്തുകൊണ്ട് നമുക്ക് അടുത്ത മാവേലി വരുന്നതിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം എന്നെ സ്വയം പരിചയപ്പെടുത്താം. അതായത് ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്ക് എന്നെ അറിയത്തില്ല, കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പം ഞാൻ പുന്നക്ക സ്വദേശിയാണ്. ഇവിടെ ഇപ്പോൾ വിളിച്ചു വരുത്തിയ ഒരു ഇൻവൈറ്റഡ് ഗസ്റ്റ് ആയിട്ട് വന്നതിൻ്റെ പുറകിലുള്ള ഇത് അറിയാം. അതായത് PhD NITയിൽ നിന്ന് PhD നേടി. അപ്പം അതിനേക്കാൾ ഉപരി ഹാരിസ് ചേട്ടൻ എൻ്റെ വീടിൻ്റെ അയൽവാസി തന്നെയാണ്. ഞങ്ങളുടെ വീടും അവരുടെ പറമ്പും ഒക്കെ വളരെ അടുത്തുള്ള പ്രദേശമാണ്. ഇനിയിപ്പം എൻ്റെ ഇവിടെ വന്ന് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഓണ സന്ദേശമാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത്. അത് എന്നോട് 11 മണി ആയപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചുള്ള പ്രിപ്പറേഷൻസ് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇപ്പം സമീപ കാലത്തെ ഓണാഘോഷങ്ങൾ പലതും കണ്ട്, ഇപ്പോൾ കോളേജിലെ ആണെങ്കിലും ഇപ്പോൾ അറ്റ് പ്രസന്റ് ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇരിങ്ങാലക്കുടയാണ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോളേജിലെ ഓണാഘോഷവും അല്ലെങ്കിൽ ഓണം പ്രിപ്പറേഷനും സംഭവങ്ങളും അതുപോലെ ഔട്ട് സൈഡിലുള്ള ഓണം പ്രിപ്പറേഷൻസും സംഭവങ്ങളും കണ്ടു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്പീച്ചുകളും സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അതിൽ ചിലപ്പോൾ ഒപ്പോസിഷൻസ് ഉണ്ടാവാം, പക്ഷേ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് മാത്രമാണ് പറയുന്നത്.
അപ്പം ഓണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എന്നെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും. ഓണത്തിനെ പറ്റിയും ഓണ സന്ദേശങ്ങളെ പറ്റിയും ഓണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയും ഇപ്പം നിലവിലെ ഓണത്തിൻ്റെ അവസ്ഥയെ പറ്റിയും ഒക്കെ ഒരുപാട് പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളാണ് എൻ്റെ മുന്നിലുള്ളത്. വീടുകളിലും പ്രായമായ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. അപ്പം കൂടുതലും നമ്മൾ ഇപ്പോൾ പറയും, നമ്മൾ സ്റ്റാറ്റസിൻ്റെ പുറത്ത് നമ്മൾ പറയും അവൻ നേരെ +2 കഴിഞ്ഞ് അവനിപ്പോൾ UK അല്ലെങ്കിൽ US അവിടെയാണ് പഠിക്കുന്നതെന്നൊക്കെ പറയും. അവിടുത്തെ സാഹചര്യം, അവിടെ പോയിരിക്കുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് പോയി പഠിക്കുന്ന UK പഠിക്കുന്ന പിള്ളേർ ഫ്രീ ഫുഡിന് വേണ്ടിയിട്ട് അവിടുത്തെ ഇത് ഏകദേശം -നോടടുത്ത 10 ഡിഗ്രിയിലും 15 ഡിഗ്രിയിലൊക്കെ ഉള്ള ടെമ്പറേച്ചറിൽ അവർ ക്യൂ നിൽക്കുവാണ് ഫ്രീ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് പോയ പിള്ളേർ, പല പിള്ളേരുടെ അവസ്ഥ. കാരണം അവിടുത്തെ റെന്റും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിദ്യാഭ്യാസം മോശമായതുകൊണ്ടാണ് അവർ പുറത്തു പോകുന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മേജർ ഡോണർ ബിജോഷ് മാനുവൽ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അടുത്ത കൊല്ലം ഈ ഓണത്തിന് ആവുമ്പോഴേക്കും അദ്ദേഹം നമ്മുടെ ഗവർണറായിരിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. എല്ലാവിധ ആശംസകളും ഇപ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിന് നേരുകയും ചെയ്യാം. സർ പ്ലീസ്. തിരുവമ്പാടി മിസ്റ്റി മെഡോസിൻ്റെ പ്രസിഡന്റ് Rotarian P.T. Harris, Assistant Governor Sukumaran, Secretary Betsy, other dignitaries on the dais, dear Rotarians and family of Tiruvambadi Misty Meadows. ഒരുപക്ഷെ എനിക്ക് തോന്നി ഒരു വർഷത്തിൽ മാത്രം താഴെയുള്ള പ്രായമുള്ളൊരു ക്ലബ്ബാണ്. നിങ്ങൾക്ക് പലരെയും ചിലപ്പോൾ അങ്ങോട്ടും കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും ക്ലോസായി ഇൻട്രാക്ട് ചെയ്യുന്ന മീറ്റിങ്സ് പറഞ്ഞു. ആദ്യത്തെ ഫാമിലി മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ അഷ്വർ ചെയ്ത് പറയാം, ഒരു 3, 4, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്ന ഈ റൊട്ടേറിയൻസ് മക്കളായിരിക്കും. നിങ്ങളുടെ ഭാര്യമാരുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റോ ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന മറ്റേതെങ്കിലും ലേഡീസ് ആയിരിക്കും. വീണ്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ റിട്ടയറിയൻസും ഒരു ടയർ പഞ്ചറായപ്പോൾ വിളിക്കാൻ പോകുന്ന നിസ്സാര കേസുകൾ വിളിക്കാൻ പോകുന്നത് നിങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാളെയായിരിക്കും. അതാണ് റോട്ടറിയുടെ ഫ്രണ്ട്ഷിപ്പും ഫെലോഷിപ്പും. ഈ ഫ്രണ്ട്ഷിപ്പും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 1905 പോൾ ഹാരിസ് എന്ന് പറഞ്ഞ നമ്മുടെ ഫൗണ്ടർ ഇത് തുടങ്ങിയത് വളരെ വളരെ വലിയ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ്. ചില സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും സ്റ്റാർട്ടിങ്ങിലാണ്. പോൾ ഹാരിസ് ഒരു അറ്റോർണി എന്നാൽ വക്കീലാണ്. ഈ പോൾ ഹാരിസിന് ആകെ അറിയുന്നത് വക്കീലുമാരെയോ അല്ലെ പുള്ളിയുടെ തൊട്ട് ആ റിലേറ്റഡ് ആൾക്കാരെ, ബിസിനസ്സുകാരെ മാത്രമേ പരിചയമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോൾ ഹാരിസും തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ നടക്കാൻ പോകുന്ന സമയത്ത് ഈ ഫ്രണ്ട് അവിടെയുള്ള ഷോപ്പ് കീപ്പേഴ്സ് സാധാരണ ആൾക്കാരോടൊക്കെ വളരെ ക്ലോസ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പോൾ ഹാരിസും തോട്ട് ഡെവലപ്പ് ചെയ്യാണ്. എന്തുകൊണ്ട് സമൂഹത്തിൻ്റെ ഡിഫറെൻറ്റ് വൊക്കേഷൻസ് പല ഫീൽഡിലുള്ള ആൾക്കാർ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കൊരു സംഘടന, ഒരു ലോകം മുഴുവൻ പടർന്നു വയ്ക്കുന്ന ഒരു സംഘടന നമുക്ക് തുടങ്ങണം എന്നുള്ള ഒരു സീഡ് പോൾ ഹാരിസിൻ്റെ മനസ്സിൽ വരികയാണ്. ഇന്ന് റോട്ടറി 1.4 മില്യൺ മെമ്പേഴ്സ് ഉള്ള ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ ലോകത്ത് റോട്ടറിക്ക് 7 ഏരിയ ഓഫ് പ്രയോറിറ്റീസ് ആണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഈ 7 ഏരിയാസ് ഓഫ് ഫോക്കസ് ഉണ്ട് റോട്ടറിക്ക്. അതിൽ ആദ്യത്തേത് പീസാണ്, സമാധാനം. ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തൊക്കെ ചെയ്യാമോ ആ കാര്യങ്ങളാണ് റോട്ടറി ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, അതായത് പോളിയോ പോലുള്ള മഹാരോഗങ്ങളുള്ള സമയത്തും റോട്ടറി ബില്യൺസ് ഓഫ് ഡോളേഴ്സ് അതിലേക്ക് കൊടുത്തു. കാര്യം നമുക്ക് കാണാം, പണ്ട് നമ്മളിങ്ങനെ പോളിയോ ബാധിച്ച ആൾക്കാരെ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലും ലോകത്തും പോളിയോ ബാധിച്ച ഒരു കുട്ടീനെയോ ഒരാളെയും കാണാനില്ലെങ്കിൽ അതിന് ഏറ്റവും താങ്ക് ചെയ്യേണ്ട റോട്ടറിനെയാണ്. കാര്യം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഫണ്ടിങ് റോട്ടറി നമ്മളൊക്കെ കൊടുക്കുന്ന. റോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ് റോട്ടറി. അതൊരു സെപ്പറേറ്റ് ബോഡിയല്ല, നമ്മൾ ഓരോ ഇൻഡിവിജ്വലും റോട്ടറിയുടെ എല്ലാ എസൻസും ഉൾക്കൊള്ളുന്ന ഒരാൾക്കാരാണ്.
പിന്നെ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അതായത് നമ്മളിപ്പം ഒരുപക്ഷെ തിരുവമ്പാടി, കോടഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഏരിയ ആയിരിക്കും. ഇതല്ല ഇപ്പം നിസ്സാരം ബാംഗ്ലൂർ ടൗണിൽ കഴിഞ്ഞ സമ്മറിലുണ്ടായ അവസ്ഥ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാര്യം വെള്ളമില്ലാണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർ ഷോപ്പിംഗ് മാളിൽ കുളിക്കാൻ വേണ്ടി പോകുന്നു, അവിടുന്ന് അവരെ മാറ്റി നിർത്തുന്നു. കാര്യം പ്യോർ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പില്ലാത്ത, കണ്ടാമിനേറ്റഡ് അല്ലാത്ത, അതായത് കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് ശുദ്ധജലം ഇന്ന് ഈ ഭൂമിയിൽ ലെസ് ദെൻ 1. എല്ലാ അമ്മമാരും മക്കളും സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം. മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. വീണ്ടും നമ്മുടെ മക്കളൊക്കെ ഇന്നിപ്പം റൊട്ടേറി റജീമത്തെ പറയുണ്ടായി, നമുക്ക് വേഗം മീറ്റിംഗ് തീർക്കണം, എൻ്റെ മോന് ഒരു കോച്ചിങ്ങിന് പോകാനുണ്ടെന്ന് പറയുന്നു. ആൻഡ് ഫൈനലി ദി എൻവയോൺമെൻറ്റ്. കാര്യം ഈ നിങ്ങൾക്കറിയാം വയനാട്ടിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത്. ഇത് ഒരു സമയത്ത് ഒരു നാട്ടിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല, ഇത് എവിടെയും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. റോട്ടറിയുടെ അടുത്ത ഏരിയ ഓഫ് ഫോക്കസ് ആണ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനാണ് നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ഫോക്കസ്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മാവേലി തമ്പുരാൻ മനസ്സിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ് റോട്ടറി ഇപ്പോൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഈ റോട്ടറിയിൽ കുറച്ചും കൂടി ഡീപ്പറായി ഇൻട്രാക്ട് ചെയ്യുമ്പം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ക്ലബിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സും ആൻസിൻ്റെ ഫ്രണ്ട്സും മക്കളുടെ ഫ്രണ്ട്സും നമ്മളായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്ട്രിക്റ്റിൽ മൂവ് ചെയ്യണം, ഇൻ്റർനാഷണലി മൂവ് ചെയ്യണം. അതായത് മറ്റ് ക്ലബ്സ് മറ്റ് രാജ്യങ്ങളിൽ പോകുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ലോക്കൽ ക്ലബ്സിനെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ മറ്റു രാജ്യത്ത് ചെല്ലുമ്പോഴും ഒരു ബിസിനസ്, ഒരു എക്സ്പ്ലോറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രിപ്പ് ആവട്ടെ, നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു ലോക്കൽ റോട്ടറി ക്ലബിനെ കോൺടാക്ട് ചെയ്തിട്ട് ഐ ആം എ റൊട്ടേറിയൻ, ദിസ് മൈ ക്ലബ്, ദിസ് മൈ ഐ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ നാട്ടുകാരനാവുകയാണ്. നിങ്ങൾ ഈ റോട്ടറിയിൽ കുറേ സമാധാനവും സന്തോഷവും ഫ്രണ്ട്ഷിപ്പും എല്ലാമുള്ള വർഷങ്ങൾ ഞാൻ ആശംസിക്കുന്നു. ഈ ഇൻ്റർനാഷണാലിറ്റി ഓഫ് റോട്ടറി, അതായത് നിങ്ങൾ പുറത്തേക്ക് യാത്രകൾ പോകണം, അല്ലെ മറ്റ് ആവശ്യങ്ങളായിട്ട് പോകണം, നമ്മുടെ ക്ലബിൻ്റെ പുറത്തുള്ള മറ്റ് ക്ലബ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഇൻ്റെ ക്ലബ് മീറ്റിംഗ്സ്, ഇൻ്റെ ഡിസ്ട്രിക്ട് മീറ്റിംഗ്സ്. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ദ ട്രൂ പൊട്ടൻഷ്യൽ ഓഫ് റോട്ടറി. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Dear fellow Rotarians, it's an honor and privilege for me to introduce a Rotarian to the team. Being a Rotarian is a way to be a blessing to mankind. Every new member is a gift to Rotary International. Rotary Misty Meadows, Tiruvambadi is blessed to have an excellent team of 18 invaluable members who have successfully validated the test of time. Johnny Joe's after every new member is a gift to Rotary International. Rotary Misty Meadows, Tiruvambadi is blessed, as I said, is with 18 members. Every child born on this earth is a blessing, and this blessing boy was born on 26th in the month of 8th August 86, when I was already a student at Devagiri College. After the 10th, this boy went to Aligarh Muslim University to do his BSc in zoology. And after his graduation in zoology, he joined Bangalore ICFI Business School Marketing Executive.
and later he worked at Toyota as a sales officer. And then he formed his own company, Meridian Trade Links, an overseas recruiting company. And as you know, he also got married on February 10th to a beautiful girl, and they started their life together. And she worked in Saudi Arabia, and the first child was born, Adam Jose, and Melissa Ann was their daughter. And you know who I am introducing? I am introducing the one and only Jomi and family. May I request these children also to come forward if they are willing, because they are 5 and 2 years old. It is, you know, that it is too difficult to get children on the floor. But we have experienced from the very moment we entered this house how charming and beautiful they are. And they are also I think the boy Adam is the first winner in the competition. So every child born on this earth is a blessing. And they were blessed to have a boy, Adam, on, I think, the first boy. And then the girl. May I request both of them to come forward? And you know, can I have them both here? Yes, Onam is an occasion for everyone to celebrate. You know, I have come short of describing them here. They are here. So, Adam, and okay. So, you know, Rotary Misty Meadows is a small community of 18 or 19 members. So, let me introduce Jomi and his family to this wonderful occasion. And they will be pinned today to be a Rotarian. You know that it is a blessing to be a Rotarian. Wherever you go on this earth, more than 200 countries. And Jomi, if I say, he has given a life to thousands of people. He's the one to the Ministry of Education, to the Ministry of Health in Oman. He is an authorized recruiter, his company. And his wife also holds a recruiting company, I know. And to the entire family, on behalf of Rotary Misty Meadows, I give a warm welcome. Thank you for be with us to this wonderful day. Thank you. Dear Jomi, First Lady, so even though it was a very short interaction, I could meet Joby at his bedroom on first floor. And like Dr. Santosh Karia and your team members were telling, not a brief, a detailed narration about Jomi and his portfolio. So, Jomi, welcome to the Rotary family. I'm 100% sure that we are going to enjoy this fellowship and the fraternity of Rotary for many years to come. To serve the community above what you care for yourself. അതാണ് റോട്ടറിയുടെ ഏറ്റവും പ്രൈമറി മോട്ടോ. And as a Rotarian, your primary responsibility is to attend meetings whenever possible or very regularly. And Rotary is a membership-based organization. You'll have to pay your dues. That is the only way you can get out of Rotary. Not paying dues, okay? So you have to pay your dues properly. And so, in my last talk, I've talked a little bit about Rotary. I'm not explaining anything more. You'll learn more about Rotary in the years to come. And you have very resourceful person like Dr. Santosh, Rajiv Matai, P.P. Harris, your A.G. Sukumaran, very resourceful persons, anything you can ask them.
So I'm extremely honored and glad to pin Jomi and make you a Rotarian. Rotary is everywhere, always be together. Come join with inspiration, join hands to do the magic. Completeness of all worlds, every dollar we donated. Every new member join, communities are benefited. That's a promise you are giving to the members of Rotary Misty Meadows and the members of Rotary Club across the globe. I have been elected to active membership of Rotary Club Tiruvambadi Misty Meadows. Do solemnly swear that I will faithfully discharge my duties of my membership according to the Constitution's bylaws of the club. That I will help advance the objective of Rotary, that I impose these obligations upon myself voluntarily without mental reservation or purpose of evasion, so help me God. സാധാരണ ഒരു പയ്യനായിട്ടുണ്ടായിരുന്ന അലോഷ് ജെയിംസ് ഡോക്ടർ അലോഷ് ജെയിംസ് ആയിട്ട് നമ്മളോടിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കഴിവുള്ള അദ്ദേഹം എടുത്തിരിക്കുന്ന വിഷയം തന്നെ തെർമൽ സയൻസ് ആണ്. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ടൊരു സംഗതി ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ വിജയമൊക്കെ നേടി. ഡോക്ടർ അലോഷ് ജെയിംസാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ നാടിൻ്റെ പേരിലൊക്കെ ഒന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ അവസരത്തിൽ. മിസ്റ്റി മെഡോസ് ആണ് ഈ കർത്തവ്യം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ തിരുവമ്പാടിയിലെ മാത്രമല്ല വേൾഡ് ഫേമസ് ആയിട്ടുള്ള സക്സസ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തും. ആ സക്സസ് ഗാർഡനെ സക്സസ് ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സിന്ധു സാർ ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ PhD എടുത്തിരിക്കുന്ന നമ്മുടെ അലോഷിന് ആദരിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം അദ്ദേഹമാണെന്ന് ഉള്ള തിരിച്ചറിവിൻ്റെ മുകളിലാണ് അദ്ദേഹത്തെ തന്നെ വിളിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തുനിന്നും കുട്ടികൾ ഇവിടെ വന്ന് നേരിട്ട് IELTS ഇതെല്ലാം പഠിച്ചിട്ട് പാസ്സായി ഏറ്റവും നല്ല അഭിപ്രായമുള്ള ഒരു സ്ഥലം ആണ് തിരുവമ്പാടിയിലെ സക്സസ് ഗാർഡൻ. എല്ലാം കൊണ്ടും പുള്ളിയുടെ സ്വന്തം നിലയിൽ സക്സസ് ആക്കി എടുത്തിരിക്കുന്നതാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക്. Our Rotary dreams come true. The magic of Rotary is you. President Harris, Chief Guest, Bush Manor, നമ്മുടെ വളരെ നല്ല നമുക്ക് പറയാൻ കാര്യം നമുക്ക് റോട്ടറിയെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്നാൽ പോലും ഞാൻ ഇന്നത്തെ രാവിലെ പേപ്പർ വായിച്ചപ്പോഴേ കവിയൂർ പൊന്നമ്മ മരിച്ചതാണ് ഞാൻ വലിയ വാർത്തയാണ്. അപ്പം ഞാനൊരു 10-30 വർഷത്തിന് മുന്നേ ഒരു സിനിമ കണ്ടു. ആ സിനിമയിൽ കവിയൂർ പൊന്നമ്മ വിളിക്കുകയാണ് എല്ലാവരും. ഇങ്ങനെയാണ് വിളിക്കുമ്പോൾ ഒരു ഗസ്റ്റ് വരികയാണ്. ഗസ്റ്റ് വന്നപ്പോൾ പരിചയപ്പെടുത്താം. അദ്ദേഹം സമൂഹത്തിൻ്റെ ആളാണ്, സാമൂഹ്യ സേവകനാണ്. അതിനുപരി ഈസ് എ റൊട്ടേറിയൻ. ഞാൻ ആ വാക്ക് കേൾക്കുന്നത് ഒരു 30-35 വർഷം മുമ്പെയാണ്. ഈസ് എ റൊട്ടേറിയൻ. ഞാൻ അന്ന് ആലോചിക്കും ഈസ് എ റൊട്ടേറിയൻ. റൊട്ടേറിയൻ എന്നുള്ളത്
എല്ലാവരും സമൂഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. പിന്നീട് ഇവിടെ അനുഭവം നോക്കി എനിക്ക് മനസ്സിലായി. കാര്യം പല സ്ഥലത്തും പോകുമ്പോൾ എനിക്കിനോട് പറയാനുള്ളതാണ്, നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിദേശത്തായാലും നമ്മുടെ പുറത്ത് രാജ്യത്തായാലും നമുക്ക് ഓരോ ഒട്ടേരിയനും ശരിക്കും നമ്പറുണ്ട്, ID ഉണ്ട്. നമുക്ക് വേറെ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളവിടെ പോയിട്ട് കത്ത് കൊണ്ടുപോകുന്നൊന്നുമല്ല, അവിടെ പറഞ്ഞാൽ മതി. ഞാൻ റോട്ടറി ക്ലബിൻ്റെ റോട്ടറി ക്ലബ് ID ഉണ്ട്, റോട്ടറി മെമ്പർ ID ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും അധികം പറയുന്നില്ല. പിന്നെ ഹാരിസും പിന്നെ ബിജോഷ് മാനുവലുമാണ്. ഹാരിസ് എന്ന് പറയുന്നത് തിരുവമ്പാടി എന്ന് പറഞ്ഞാൽ 30 വർഷത്തിന് മേലെയായിരിക്കും. ഞാൻ തിരുവമ്പാടി വരുമ്പോൾ അറിയുന്നതാണ് ഹാരിസ് തിയേറ്റർ ഹാരിസ്. അപ്പോൾ അന്ന് പറയാൻ നേരമില്ല, പിന്നീട് പറയാം. പക്ഷേ ഹാരിസിൻ്റെ പ്രസിഡൻ്റ് ആവുക എന്ന് പറയുന്നത് ഒരു മിസ്റ്റി മെഡോസിന് ഒരു 2-3 ക്ലബ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ശേഷിയുള്ള ഒരാളാണ്. 2-3 ക്ലബ്, ഒന്നല്ല 2. ഇന്നലെ സംസാരിച്ച് കക്കളം പോയിട്ട് പിന്നെ ഓമ്പാറിയും ബന്ധപ്പെട്ട് ഒരു ക്ലബ്ബ് എന്താ ഞങ്ങൾക്ക് ചെയ്യാം സാർ എന്തായാലും. കാരണം ഇപ്പോഴത്തെ പ്രസിഡന്റ്, നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റിൻ്റെയും DGയുടെയും പ്രോംസാണ് ഇൻക്രീസ് ദ മെമ്പർഷിപ്പ് ആൻഡ് ഇൻക്രീസ് ദ ഫണ്ട്. ഇത് രണ്ടും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് പിന്നെ ആരിസാറിന് കഴിയുന്ന മാനന്തവാടിക്ക് ബിസിനസ് മാഗ്നറ്റ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിന് പൈസയും മുടക്കിയിട്ട് സാമൂഹ്യ സേവനം, എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ആവുക. എന്നെ സുമാരേട്ടാണ് വിളിക്കാം, ഒരു പ്രത്യേകം നല്ല വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തിത്വം എന്ന് പറയുന്നത് നേരത്തെ ആവേണ്ട ആളായിരുന്നു. പക്ഷെ ഇനിക്കാവും നമുക്ക് വലിയൊരു പ്രോസ്പെക്ടസ് ഉണ്ട്, നമുക്ക് നന്നാവും എന്നുള്ളത് 100% ഉറപ്പ്. 100% അല്ല, 150% എനിക്ക് ഉറപ്പാണ്. ഏതായാലും അത് ആവട്ടെ. NIT ഡോക്ടറേറ്റ് കിട്ടുക എന്നാൽ ഈസ് ഇന്റർനാഷണൽ. NIT ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറയുന്നത് NIT കിട്ടുക എന്നുള്ളൊരു വിഷയമാണ്. NIT അഡ്മിഷൻ കിട്ടുക എന്നുള്ളൊരു വിഷയമാണ്. NIT ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നമ്മളേതായാലും ആഗ്രഹിച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും തരുന്നു, എല്ലാ ആശംസകളും. നമ്മുടെ റോട്ടറി മെമ്പേഴ്സിൽ 2 കുട്ടികളുടെ മെന്റോസ് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഈ അവസരത്തിൽ കൊടുക്കുകയാണ്. പ്ലസ് ടുവില് 1200 മാർക്കിന് 1999 മാർക്ക് നേടിയ കുട്ടിയാണ്. പിന്നെ അവിടെ ഡ്രീം ഒരു എഞ്ചിനീയർ ആകാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവിധ നമ്മൾ പ്രാർത്ഥന ഓർക്കാം. ഒരു കയ്യടിയോടെ മോളെ സ്വീകരിക്കും. അപ്പനാണ് പ്രത്യേകം പഠിപ്പിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അമ്മ ഇവിടെ ഇന്നല്ലേ Simply irresistible, we'll be making club experience. So recess of every venue, we also recess that we do. Our Rotary dreams come true. The magic of Rotary is you. It's simply irresistible, we'll be making club experience. So recess of every venue, we also recess that we do. Our Rotary dreams come true. The magic of Rotary is you. The magic of Rotary is you. ഫാമിലി ഹെൽത്ത് സെൻ്ററുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഒന്നിച്ചിരുന്ന് പ്രവർത്തിക്കുന്ന അതിൽ ഈ ഇന്നത്തെ ഓണാഘോഷത്തെ പരിപാടിയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവരെ HI സുനീറിനെ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. ഒന്നിനുമല്ല, ഞങ്ങളുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന ബിജോഷ് മാനുവൽ DGN അടുത്ത വർഷത്തെ നമ്മുടെ ഗവർണറാണ്. അദ്ദേഹത്തെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് താങ്കളുടെ അവസരം. നമ്മുടെ ബഹുമാനായ ബിജോഷ് മാനുവൽ ചെറിയ സ്നേഹോപകാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഷാജി ഫിലിപ്പൻ ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ
സുകുമാരൻ സാറിന് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് ജോസഫ് പി സി റോട്ടറി. സമയം അതിക്രമിച്ചു. എങ്കിലും നന്ദിയുടെ ഒരു വാക്ക് പറയാതെ പോകാനാവില്ല എന്നുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുക. കാരണം ഇന്ന് ഡോക്ടർ സന്തോഷ് ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ 1ാം വാർഷികം പോലെ ആഘോഷിക്കുകയാണ്, ആദ്യത്തെ ഓണമാണെന്ന് പറഞ്ഞു. ഈ ഓണത്തിന് ഇവിടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത് മിസ്റ്റി മെഡോസ് എന്ന ഒരു പ്രസ്ഥാനമാണ്, റോട്ടറി എന്ന പ്രസ്ഥാനമാണ്. അപ്പം അതിന് പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിന് മുന്നിട്ടിറങ്ങിയപ്പോൾ സഹായിച്ച ഒത്തിരി വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം ഏറെ സ്നേഹത്തോടെ മനസ്സിലാക്കുന്നു. ഓർത്തുകൊണ്ട് ഒരു നിമിഷമെങ്കിലും നന്ദി പറയാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സമൂഹത്തോട് ചെയ്യുന്ന കൃത്യവിലോപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് റോട്ടറി ആവശ്യപ്പെടുന്നത്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ ആദ്യം ഈ റോട്ടറി എന്ന പ്രസ്ഥാനം ഞങ്ങളോട് കാണിച്ച വളരെ സ്നേഹത്തിന്, റോട്ടറി ലീഡേഴ്സായിട്ടുള്ളവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്, ഈ ഒരു റോട്ടറി മിസ്റ്റി മെഡോസുകളെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇറങ്ങിപ്പോകപ്പെട്ട ഡോക്ടർ സന്തോഷ്, ഡോക്ടർ വല്യമത്തായി, അതുപോലെ ഹാരിസേട്ടന്, അങ്ങനെയുള്ള എല്ലാ വ്യക്തിത്വങ്ങളോടും നന്ദി ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. അത് പ്രകടിപ്പിക്കാനുള്ള അവസരമായിട്ട് കൂടിയാണ് ഈ ഒരു വേദിയെ ഞങ്ങൾ കണക്കാക്കുക. ഒപ്പം ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുവേണ്ടി ഈ ഏറെ തിരക്കുകളുണ്ട്. ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന തിരുവമ്പാടി മിസ്റ്റി മെഡോസിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട റോട്ടറി PHF PT ഹാരിസേട്ടന് ഏറെ സ്നേഹത്തോടെ ഈ നന്ദി പറയുന്നു. വീണ്ടും ഏറെ തിരക്ക് സഹിച്ച് മാനന്തവാടിയിൽ നിന്നും ഞങ്ങളെ ക്ഷണം സ്വീകരിക്കുകയും ഏറെ സ്നേഹത്തോടെ ഞങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്ത അടുത്ത വർഷത്തെ ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള റോട്ടേറിയൻ MD ജോഷ് മാനവൻ സാറിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒപ്പം വീണ്ടും നമ്മുടെ AG കുറിച്ചാണ് സംസാരിക്കുന്നത്. AG സുകുമാരൻ സാറിനെ എപ്പം വിളിച്ചാലും ഞങ്ങളോടൊപ്പമാണ് അദ്ദേഹം. അപ്പോൾ സന്തോഷി പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിൽ നിന്നും വേറിട്ട് കണ്ടുകൊണ്ട് സുകുമാരൻ സാറിനെ കാണാൻ ഞങ്ങൾക്ക് ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എങ്കിലും AG എന്ന പദവി അദ്ദേഹം അലങ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളോട് ഏറ്റവും ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട AGക്ക് റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെ പേരുള്ള ആകായികവുമായ നന്ദി രേഖപ്പെടുത്താൻ ഈ സമയം വിനിയോഗിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് അദോഷ് ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളോട് 2 വാക്ക് സംസാരിച്ചു. താങ്കളുടെ സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ഇവിടെ വരം കാണിച്ച മനസ്സിൽ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്കൾക്ക് ജീവിതത്തിൽ എല്ലാ വിജയം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും. വീണ്ടും പലപ്പോഴത്തും നമുക്ക് ക്ഷണിച്ചെങ്കിൽ ഇവിടെ എത്താൻ സാധിക്കാതെ പോയിട്ടുണ്ട്. നമ്മുടെ ജീവൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു പ്രശ്നം വന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്താതെ പോയത്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോട് നന്ദിയോടെ ഓർക്കുകയാണ് ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും. വീണ്ടും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നേക്കുന്ന സുനീർ സാറിന്, ലിസി സാറിന് ഒക്കെ ഞങ്ങളുടെ സ്നേഹത്തോട് നന്ദി പറയാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒപ്പം സുകുമാരൻ സാറിൻ്റെ പ്രയോഗ ഞങ്ങളുടെ കൂടെയുണ്ട്. ചേച്ചിയോട് ഞങ്ങളുടെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്താൻ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പല മെമ്പേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മനോജ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജോയിപ്പാപ്പാന്ന് സന്തോഷിച്ച് വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും ജോയിപ്പാപ്പാന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളുടെ സ്നേഹത്തോടെ ചേച്ചിയുണ്ട്, എല്ലാവരെയും സ്നേഹത്തോടെ ഞങ്ങൾ ഈ റോട്ടറി മിസ്റ്റി മെഡോസിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഒപ്പം നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ വരികയും അതുപോലെ തന്നെ നമ്മുടെ UK നമ്മുടെ മെമ്പർ വിപിൻ്റെ അമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തോടെ സ്നേഹം പങ്കുവെക്കുന്നു. വീണ്ടും നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. ഈ ഒരു ഭാഗം കളർഫുള്ളാക്കിയത് ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്